തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് കരുതിയ ചില ചെങ്കോട്ടകളൊക്കെ പൊളിഞ്ഞ് താറുമാറാകും എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുള്ളത്. UDFന്റെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാത്ത പ്രചരണങ്ങൾ, ശത്രുക്കൾക്ക് കണ്ടെത്താൻ സാധിക്കാതെ നിശബ്ദമായി വളർന്ന ജനവിശ്വാസം, UDFന്റെ ഗ്രൗണ്ടിൽ കണ്ട അതിശയകരമായിട്ടുള്ള ആവേശം, ഇവയെല്ലാം കൂടി ഇപ്പോൾ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്: ഗെയിം മാറുന്നു, സിസ്റ്റം തന്നെ ഷെയ്ക്ക് ആവുന്നു. പലരും ഉറപ്പിച്ചിരുന്ന സമവാക്യങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ചില മണ്ഡലങ്ങൾ ചരിത്രം രചിക്കാനായി മെയ് 4-ാം തീയതിയിലേക്ക് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ 4 അട്ടിമറികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന 4 അട്ടിമറി വിജയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും അബിൻ വർക്കി എന്ന ആറന്മുളയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ വിജയമാണ്. ഇത്തവണ ആറന്മുളക്കാർക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തെറ്റ് പറ്റില്ല എന്നാണ് നമ്മളെല്ലാം തന്നെ വിശ്വസിക്കുന്നത്. ഇതിനോടകം തന്നെ ആറന്മുള രാഷ്ട്രീയത്തിലെ ശരിയും തെറ്റും എന്താണെന്ന് ആറന്മുള നിവാസികൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ദിവസങ്ങളാണ് വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ആറന്മുളയിൽ കടന്നുപോയത്. അബിൻ വർക്കിയെ പോലെ പൊള്ളത്തരം കാണിക്കാത്ത, ഫാക്ട് വെച്ച് മാത്രം കാര്യങ്ങൾ പറയുന്ന, സാമാന്യം ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരനായ മികച്ച വ്യക്തിത്വത്തിനുടമയായ ഇദ്ദേഹത്തെ അടുത്ത 5 വർഷത്തേക്ക് ആറന്മുളയിലെ ജനപ്രതിനിധിയായി ആറന്മുളക്കാർ ഇതിനോടകം തന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഇവിടെ മത്സരിക്കുന്നത് നിലവിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. ഈ മത്സരത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ വരുന്നതും അത്തരത്തിലാണ്. അവരുടെ ഭരണപരാജയം, അവരുടെ വകുപ്പിന്റെ നിരവധിയായിട്ടുള്ള വീഴ്ചകൾ, ഇതൊക്കെ തന്നെ അവർക്ക് മാത്രമല്ല ആറന്മുളക്കാർക്കും കൂടിയാണ് നാണക്കേടായിട്ടുള്ളത്. എന്തായാലും അതൊക്കെ, അത്തരം നാണക്കേട് ഇനി ആറന്മുളക്കാർ ചുമക്കാൻ തയ്യാറല്ല എന്നാണ് അവരുടെ വോട്ടിംഗ് പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മികച്ച പോളിംഗ് എന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. എന്തായാലും വലിയ അട്ടിമറിയോടെ ആറന്മുളയിൽ എബിൻ വർക്കി തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. സന്ദീപ് ജി വാര്യർ, രാഷ്ട്രീയത്തിൽ പുനർജീവിച്ച വ്യക്തി, തനിക്ക് രണ്ടാമതൊരു ഊഴത്തിന് അവസരം തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് അങ്ങേയറ്റം കടപ്പാടുള്ള വ്യക്തി, കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി, അതാണ് സന്ദീപ് വാര്യർ. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കേവലം ദൗത്യമല്ല, അത് വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യത്തെ ഒരു മടിയും കൂടാതെ തന്റെ ശിരസ ലാവായിച്ച് മുൻപെങ്ങും തൃക്കരിപ്പൂരിൽ കണ്ടിട്ടില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തൃക്കരിപ്പൂരിനെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്തവണ തൃക്കരിപ്പൂരിൽ കണ്ടത്. തൃക്കരിപ്പൂരിൽ ട്രെയിൻ ഇറങ്ങി വന്ന നിമിഷം മുതൽ തൃക്കരിപ്പൂരിലെ സാധാരണക്കാരുടെയും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെയും നിലക്കാത്ത ഒഴുക്കായിരുന്നു അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട്. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂരിലെ UDF പ്രവർത്തകർ ഇത്രത്തോളം ആഘോഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. തൃക്കരിപ്പൂരിലെ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്, സന്ദീപ് വാര്യരുടെ ഉറക്കമൊഴിച്ചുള്ള പ്രചാരണത്തിന് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി തൃക്കരിപ്പൂര് എത്ര വലിയ കോട്ടയാണെന്ന് ആരൊക്കെ അവകാശപ്പെട്ടാലും ഇത്തവണ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ചരിത്രം രചിക്കാൻ പോകുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് ജ്യോതികുമാർ ചാമക്കാല. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലം വിട്ടുപോകാതെ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച്, അതായത് പത്തനാപുരം മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മാന്യനായ രാഷ്ട്രീയക്കാരൻ. ഈ 5 വർഷം കൊണ്ട് പത്തനാപുരംകാർക്ക് എന്ത് ആവശ്യം വന്നാലും ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. പല വിധത്താലും ചീത്തപ്പേരുണ്ടാക്കിയ നിലവിലെ സിറ്റിംഗ് MLA, നിലവിലെ പത്തനാപുരത്തെ സിറ്റിംഗ് MLA, ആ ചീത്തപ്പേര് വ്യക്തിപരമായിട്ടല്ല, മറിച്ച് പത്തനാപുരം എന്ന ഒരു മണ്ഡലത്തിനെ മുഴുവൻ തന്നെയാണ് നാണം കെടുത്തിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം പത്തനാപുരക്കാർക്ക് എന്തായാലും അറിയുന്നതാണ്, വളരെ പ്രശസ്തവുമാണ്. അത്തരമൊരു ധാർഷ്ട്യക്കാരനായ ജനപ്രതിനിധിയല്ല പത്തനാപുരത്തിന് വേണ്ടത്. ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് പത്തനാപുരത്തിന് വേണ്ടത് എന്ന് ഇതിനോടകം തന്നെ പത്തനാപുരംകാർ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. മെയ് 4 റിസൾട്ട് വരുമ്പോൾ പത്തനാപുരം വോട്ടർമാരുടെ ആ തീരുമാനം ഒട്ടിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു അട്ടിമറിയാണ് ജ്യോതികുമാർ ചാമക്കാലയിലൂടെ പത്തനാപുരത്ത് മെയ് 4-ാം തീയതി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. KS ശബരിനാഥൻ. നേമം മണ്ഡലത്തിൽ UDF ചിത്രത്തിലേ ഇല്ലാത്തൊരു കാലമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പായിട്ട് നേമം മണ്ഡലത്തിൽ സംഭവിച്ചത്.
എന്നാൽ ഇത്തവണ നേമമണ്ഡലം ഒരു ത്രികോണ മത്സരത്തിന്റെ ശക്തമായ ഒരു അനുഭവം ആളുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനൊരൊറ്റ കാരണമുള്ളൂ, ശബരിനാഥൻ എന്ന ഊർജ്ജസ്വലനായ ജനപ്രതിനിധി. എങ്ങനെ നോക്കിയാലും BJPയുടെയും ഇടതിന്റെയും സ്ഥാനാർത്ഥികളെക്കാൾ വളരെ മികച്ചവനാണ് ശബരിനാഥ്. അതിനുവേണ്ട സ്വഭാവശുദ്ധിയും പ്രവൃത്തി പരിചയവും ശബരിനാഥിനുണ്ട്. ഇന്ന് നേമത്തെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃക്കരിപ്പൂരും നേമവും. അതിലെന്തായാലും ഒരു സംശയവും വേണ്ട, നേമത്ത് ശബരിനാഥൻ അട്ടിമറി വിജയം നടത്തും. നേമത്തെ പല കോട്ടകളും പൊളിക്കും. നേമത്ത് UDF ഇല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരെ കൊണ്ട് തന്നെ UDF തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു ശക്തി തന്നെയാണ് നേമത്ത് എന്നുള്ളത് ശബരിനാഥിലൂടെ അദ്ദേഹം മലയാളി സമൂഹത്തിനോട് പറയാൻ പോകുകയാണ്. വളരെ കഠിനമായ രീതിയിൽ നേമത്ത് ശബരിനാഥ് അധ്വാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും UDFകാരും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഈ 4 വിജയങ്ങളാണ് വ്യക്തിപരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന 4 വിജയങ്ങൾ. ഭരണം UDFനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനൊപ്പം ഈ 4 വിജയങ്ങളും കൂടി കാണാൻ സാധിച്ചാൽ വലിയൊരു ചരിത്രമാണ് ഇവിടെ കുറിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.